ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് 100% നാച്ചുറൽ ആയിട്ട് എങ്ങനെ ഹെയർ കളർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അത് മാത്രമല്ല, നരച്ച മുടി നന്നായിട്ട് ഹൈഡ് ചെയ്യാനും കൂടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇന്ന് ഞാൻ 2 രീതികളിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ മുടിയിലെ ഹെയർ കളറിങ്ങും അതേപോലെ തന്നെ നമ്മുടെ മുടിയിൽ നരച്ച മുടി ഹൈഡ് ചെയ്യാനുമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു പാക്ക് കൊണ്ട് തന്നെ നമുക്ക് 2 റിസൾട്ട് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇന്ന് നമുക്ക് ഒട്ടും സമയം കളയണ്ട, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹെയർ കളറിങ് ചെയ്യാനുള്ള പാക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഓരോരുത്തരുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ മുടിക്കും നമ്മുടെ മുടിക്കും യൂസ് ചെയ്യാനുള്ള പാക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് മുഴുവനായിട്ടും നമ്മുടെ ഹെന്ന പൊടിയാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്, അതായത് മൈലാഞ്ചി പൊടി. ഇപ്പം നിങ്ങൾക്ക് മൈലാഞ്ചി പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മൾ പറിച്ചെടുക്കുന്ന മൈലാഞ്ചി നല്ല രീതിക്ക് പേസ്റ്റായിട്ട് നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അരച്ചെടുത്താലും മതി. ദി ബെസ്റ്റ് ശരിക്കും നമ്മുടെ മൈലാഞ്ചി വലിച്ചെടുത്ത് അരച്ചെടുക്കുന്നതാണ് ഇതിനേക്കാളും നല്ലത്. എനിക്കിപ്പോൾ അത് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചായപ്പൊടിയും അതേപോലെ തന്നെ നമ്മുടെ കാപ്പിപ്പൊടിയും കൂടിയിട്ടുള്ള വെള്ളമാണിത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും സെയിം ലെവലിൽ തന്നെ 3 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും കൂടെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതായത് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കേട്ടോ. ഇപ്പോൾ 1 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ്, ഇപ്പം ഞാൻ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് കുറുകിയിട്ട് 1 ഗ്ലാസ് ആവണം. 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ അത് നന്നായിട്ട് കുറുകിയിട്ട് 1/2 ഗ്ലാസ് ആവണം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു കണക്ക്. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മുടെ ചായപ്പൊടിയും അതേപോലെ തന്നെ കാപ്പിപ്പൊടിയും കൂടിയിട്ട് തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 3/4 ഗ്ലാസോളം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 3/4 ഗ്ലാസ് ഈ ഒരു തേയില വെള്ളം കൊണ്ട് നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല. മൂന്നാമതായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ തേയില വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മൂന്നാമതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബീട്രൂട്ടാണ്. നല്ല കളറുള്ള ഒരു ബീട്രൂട്ട്, ഞാൻ വലിയൊരു ബീട്രൂട്ട് 1/2 മുറിയാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്ത് പിഴിഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരിക്കലും നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഒരിക്കലും വെള്ളം ഒഴിക്കരുത്. നമ്മുടെ ബീട്രൂട്ടിൻ്റെ വെള്ളം തന്നെ മതിയാവും. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കളറിങ് നമുക്ക് അത്ര കിട്ടില്ല, പിന്നെ ചെയ്തതിന് ഗുണം ഉണ്ടാവില്ല. അത് കാരണം തന്നെ ബീട്രൂട്ട് ഒരിക്കലും നിങ്ങൾ വെള്ളം ഒഴിക്കാതെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. നല്ല കട്ടിക്കുള്ളൊരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ ഹെന്ന പൗഡറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സ്പൂണും കൊണ്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ്. നമുക്ക് എല്ലായിടത്തും നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. നല്ല രീതിക്ക് നമുക്ക് മിക്സ് ചെയ്യണം. നല്ല രീതിക്ക് മിക്സ് ചെയ്യുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കൈ കൊണ്ട് തന്നെ നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം ഇത് അങ്ങനെ തന്നെ വെക്കണം. അതിനുശേഷം മാത്രമാണ് നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ 1 ദിവസം 1.5 ദിവസം വെക്കുമ്പോഴാണ് ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് വേണമെങ്കിൽ രാത്രി തയ്യാറാക്കിയിട്ട് രാവിലെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കായിരിക്കണം നമ്മുടെ ഹെന്ന നമുക്ക് ഇരിക്കേണ്ടത്. ഈ ഒരു രീതിക്ക് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. നല്ല ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ഞാൻ തയ്യാറാക്കുന്നത് ഒരു സമയമാണ് കേട്ടോ. ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഈ ഒരു 12 മണി ആവുന്ന സമയത്താണ് ഞാൻ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് അടച്ചു വെക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹെന്ന ഈ ഒരു രീതിക്കായിരിക്കും ഇരിക്കുക. നമുക്ക് യാതൊരു മാറ്റവും വന്നിട്ടുണ്ടാവില്ല കേട്ടോ. അതായത് നമ്മൾ ഏത് രീതിയിലാണോ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും പിറ്റേ ദിവസം ഉണ്ടാവുക. കട്ടിയാവും അതേപോലെ തന്നെ ലൂസാവും ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ ആദ്യം എനിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് അമ്മയ്ക്ക് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പം എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് എനിക്ക് മുടിയിൽ ഒരു ഹെയർ കളറിങ് ചെയ്യണമെന്ന്. പക്ഷെ പാർലറിൽ പോയിട്ട് കെമിക്കൽ യൂസ് ചെയ്ത് ചെയ്യണതിനോട് എനിക്ക് ഒരിക്കലും താല്പര്യമില്ല. അപ്പം നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഹെയർ കളറിങ് ചെയ്തെടുക്കാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എനിക്ക് മുടിക്കൊരു ഹെയർ കളറിങ് എഫക്റ്റ് കിട്ടാനും അമ്മയ്ക്ക് നന്നായിട്ട് നരച്ച മുടി നല്ല രീതിക്ക് തന്നെ ഹൈഡായി കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് ഞങ്ങൾക്ക് 2 പേർക്കും 2 രീതിക്കുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് ഒരു ബ്രഷ് നമുക്ക് എടുത്ത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കയ്യിൽ ഇതേപോലെ ഒരു കവറോ അല്ലെങ്കിൽ കയ്യിൽ ഗ്ലൗസോ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ ഒരു രീതിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ
സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് വേണം നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവിടെ കളർ പിടിക്കും കേട്ടോ. അപ്പം നമുക്ക് ഞാനിപ്പോൾ മുടി ഫുള്ളായിട്ടും ഒരു ഹെയർ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ലെയർ ആയിട്ടല്ല ഇപ്പം ചെയ്യുന്നത്. അപ്പം മുടി മുഴുവനായിട്ടും എനിക്ക് ഈ ഒരു കളറിങ് എഫക്റ്റ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് സെക്ഷൻ ഓഫ് മുടി എടുത്തിട്ട് മുകളിലേക്ക് കെട്ടി വെച്ചതിന് ശേഷം ബാക്കിൽ നിന്ന് വീണ്ടും മുടിയെടുത്ത് ഈ ഒരു രീതിക്കാണ് ചെയ്യുന്നത്. മുടിയുടെ വേര് മുതൽ മുടിയുടെ തുമ്പ് വരയ്ക്ക് ഞാൻ വലിച്ച് നീട്ടി കൊടുത്തിട്ടാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് മുഴുവനായിട്ടും നമ്മുടെ മുടിയിലോട്ട് ഇറങ്ങാനും ആ ഒരു കളറിങ് എഫക്റ്റ് നമ്മുടെ മുടിക്ക് കിട്ടാനും ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് നാച്ചുറലായിട്ട് കളർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഈ ഒരു പാക്ക് അമ്മയ്ക്ക് യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. അമ്മയ്ക്ക് ഇപ്പം മുകളിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അമ്മയ്ക്ക് ഫ്രണ്ടിലൊന്നും നരച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല രീതിക്ക് തന്നെ നരച്ചിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ തവണ നമ്മൾ ഈ ഒരു ഹെയർ കളറിങ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ അമ്മയ്ക്ക് തന്നെയാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ 1 month ഒക്കെ അത് നിന്നിട്ടുണ്ട്. പക്ഷെ 1 month കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ രീതിക്ക് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കാണ് ഇന്ന് ഞാൻ അമ്മയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അമ്മയ്ക്ക് എത്രമാത്രം ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് ലൈവായി തന്നെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പാക്ക് യൂസ് ചെയ്ത് ഡ്രസ്സ് മാറ്റി വന്നിരിക്കുന്നതാണ് കേട്ടോ. ഡ്രസ്സിൽ മുഴുവനായതുകൊണ്ട് ഡ്രസ്സ് മാറ്റിയിട്ട് ഞാൻ ഒരു ടവൽ ചുറ്റിയിരിക്കുന്നതാണ്. ഇപ്പം നിങ്ങളും ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പഴയ ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്താൽ മതി. കാരണം ഈ ഒരു ഹെന്ന നമ്മുടെ ഡ്രസ്സിൽ വീഴുമ്പോൾ ഡ്രസ്സ് കളർ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അത് കാരണമാണ് കേട്ടോ. അപ്പം നല്ല രീതിക്ക് തന്നെ അമ്മയ്ക്ക് ഞാൻ വകച്ചിലെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അമ്മയ്ക്ക് ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞതുപോലെ നരച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല രീതിക്ക് നരച്ചത് കാരണം തന്നെ ഞാൻ വാച്ചിലെടുത്ത് അമ്മയ്ക്ക് ഉള്ളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മൾ ഷാംപൂ വാഷ് ചെയ്തിരിക്കണം. ഒരിക്കലും നമ്മൾ ഓയിലി ഹെയറിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഓയിലി ഹെയറിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു ഹെയർ കളർ നമ്മുടെ മുടിയിൽ 100% അബ്സോർബ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യില്ല. അപ്പോൾ 100% റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഷാംപൂ വാഷ് ചെയ്ത ഡ്രൈ ഹെയറിലാണ് നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഡ്രൈ ഹെയറിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ മുടി നന്നായിട്ട് വലിച്ചെടുക്കും, അതായത് ഇങ്ങനെ ഉറിഞ്ചിയെടുക്കും നമ്മുടെ ഈ ഒരു പാക്ക്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ നരച്ച മുടി നന്നായിട്ട് ഹൈഡ് ചെയ്യാനും ഇപ്പം നമ്മുടെ നോർമൽ മുടി നന്നായിട്ട് കളറിങ് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത മുടിയിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഈ ഒരു പാക്ക് നമ്മുടെ മുടിയിൽ തന്നെ വെച്ചിരിക്കണം. ഞങ്ങളിപ്പോൾ 1 മണിക്കൂറാണ് ഈ ഒരു പാക്ക് വെച്ചത്. ഇപ്പം നിങ്ങൾക്ക് 1 മണിക്കൂർ വെച്ചാൽ കോൾഡ് വരും എന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോൾഡ് വരാനുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇതിലില്ല, എങ്കിൽ കൂടി തണുപ്പ് പെട്ടെന്ന് വരുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് പ്ലെയിൻ വാട്ടറിൽ തന്നെ കഴുകി കളയാവുന്നതാണ്. ഒരിക്കലും ഷാംപൂ വാഷ് ചെയ്യരുത്. കാരണം നമ്മൾ ഓൾറെഡി ഷാംപൂ വാഷ് ചെയ്തിട്ടാണ് ഈ ഒരു പാക്ക് ഇട്ടിരിക്കുന്നത്. അത് കാരണം തന്നെ ഷാംപൂ വാഷ് ചെയ്യാതെ പ്ലെയിൻ വാട്ടറിൽ തന്നെ കഴുകി കളയുക. അപ്പോൾ നല്ല രീതിക്ക് അമ്മയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് ഹെയർ വാഷ് കഴിഞ്ഞ് മുടി ഉണങ്ങിയിട്ട് കാണാം. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് മുടിയൊക്കെ ഉണങ്ങിയിട്ട് വന്ന ഒരു പിക്ക് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും എൻ്റെ മുടിയിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ട് 100% നേച്ചുറലായിട്ട് എങ്ങനെ ഹെയർ കളർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഇപ്പം ഞാൻ വെയിലത്ത് നിന്നിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. കാരണം വെയിലത്ത് നിൽക്കുമ്പോഴാണ് ശരിക്കും ഉള്ള ഒരു കളർ നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമുക്കിപ്പോൾ ഉള്ളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അറിയില്ല, പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നല്ല രീതിക്ക് തന്നെ നല്ലൊരു റെഡിഷ് കളർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല മാറ്റം തന്നെ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മുടിക്ക് കാണാനൊരു ഭംഗിയും വന്നിട്ടുണ്ട്, ഒരു ഉള്ളും തോന്നിപ്പിക്കുന്നുണ്ട്. ഇനി അമ്മയ്ക്ക് നരച്ച മുടി എത്രമാത്രം ഹൈഡ് ആയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം നിങ്ങൾ തന്നെ കണ്ടോളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അമ്മയ്ക്ക് നല്ല രീതിക്ക് തന്നെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുൻപ് യൂസ് ചെയ്ത ഒരു നരച്ച മുടിയെ കറുപ്പിക്കാനുള്ളൊരു പാക്ക് ഞാൻ മുമ്പ് തന്നിരുന്നല്ലോ, അതിനേക്കാളും എത്രയോ മടങ്ങ് റിസൾട്ട് അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ മുടി നന്നായിട്ട് കറുപ്പാവാനായിട്ട് ഒറ്റ യൂസിൽ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുമ്പിലത്തെ പാക്ക് നന്നായിട്ട് ഹൈഡ് ആവുമെങ്കിലും മുഴുവനായിട്ട് അങ്ങോട്ട് കറുപ്പാവില്ല, 1-2 തവണ ചെയ്യണം. പക്ഷേ ഇത് ഒറ്റ യൂസിൽ തന്നെ അമ്മയ്ക്ക് നല്ല
റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അമ്മ ഹാപ്പിയാണ്. അത്രയ്ക്കും ഒരു നല്ലൊരു മാറ്റം അമ്മയ്ക്ക് ഉണ്ടാവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അമ്മ ഹാപ്പിയാണ്. കാരണം ഒരിക്കലും അമ്മ വിചാരിച്ചിട്ടില്ല എത്രമാത്രം മുടി കറുപ്പാവും എന്നുള്ളത് അമ്മ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അമ്മ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ 100% റിസൾട്ട് ഉണ്ട് എന്ന് അറിയുമ്പോൾ, 100% സക്സസ് ആണെന്ന് അറിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത്രയ്ക്കും റിസൾട്ട് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ അത്രയ്ക്കും ഹാപ്പി ആവും ഈ ഒരു പാക്ക് കൊണ്ട്, ഞാൻ ഗ്യാരണ്ടി ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക.